ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ജനനായകൻ പൊങ്കലിനാണ് റിലീസ് ആവേണ്ടത് ജാനുവരി 9th. പക്ഷേ ഇപ്പം വരുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ജനനായകന് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഡിസംബർ 19th ചിത്രം സെൻസർ ബോർഡ് കണ്ടതാണ്. അത് ഒരുപാട് 12 കട്ടോളം അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊന്നും TVK അതിനൊന്നും എതിർക്കാതെ അവർ നല്ല രീതിയിൽ കട്ടൊക്കെ ചെയ്തിട്ട്, ബിക്കോസ് വയലൻസ് ആയിട്ടുള്ള കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്, അത് കട്ട് ചെയ്തിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്തു. വീണ്ടും സബ്മിറ്റ് ചെയ്യുമ്പം എത്രയും പെട്ടെന്ന് അംഗങ്ങളെല്ലാം കൂടെ ചേർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്നാണ് ഒരു നിയമം. പക്ഷേ ഇതുവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. സോ ശരിക്കും പറഞ്ഞ ഒരു പ്രതിസന്ധിയിലാണ്, ചെറിയൊരു ആശങ്കയിലാണ്. കാരണം 4 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ശരിക്കും ഒരു പച്ചയായ രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമാണ്. ഒപ്പോസിഷൻ നിൽക്കുന്ന പടം, അതായത് ശക്തി, അതിന് സെൻസർ ബോർഡ് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. പക്ഷേ ഡിസംബർ 19 സെൻസർ ബോർഡ് കണ്ട ചിത്രത്തിന് ഇതുവരെ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഇത് എവിടുത്തെ ന്യായം? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്, ആരാധകരുടെ നിന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. പ്രീ ബുക്കിംഗ് ചിലപ്പോൾ ഇഷ്യൂസ് വരുന്നുണ്ട്, ടിക്കറ്റ്സ് ഇഷ്യൂസ് വരുന്നുണ്ട്, പ്രീ റിലീസിംഗ് ബുക്കിംഗ് 2 മിനിറ്റ് കൊണ്ട് ടിക്കറ്റ്സ് എല്ലാം ബുക്ക് ആയതുണ്ട്. സോ ദ മെയിൻ റീസൺ ബിഹൈൻഡ് ഓൾ ദിസ് ഇസ് ഒന്നെങ്കിൽ അത് പൊളിറ്റിക്കൽ ആവാം, അല്ലെങ്കിൽ ഒരു വാർ ആയിരിക്കാം. പരാശക്തി ആൻഡ് ജനനായകൻ തമ്മിലൊരു വാർ നടക്കുന്നുണ്ട് പുറത്ത്, ആരാധകരുടെ പുറത്ത്. പക്ഷേ ശിവകാർത്തികേയൻ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിരുന്നത് ഇതൊരു അണ്ണൻ തമ്പി ഫിലിംസ് ആണ്. രണ്ടുപേരും അണ്ണനുമാണ്, ഇവർ തമ്പിയുമാണ്. സോ അണ്ണൻ തമ്പി ഫിലിംസിന് അവർ തമ്മിലൊരു കോൺഫ്ലിക്ട്സ് ഇല്ല, അത് സത്യമാണ്. പരാശക്തിയിൽ ശിവകാർത്തികേയൻ കൂടാതെ ജയം രവി ഉണ്ട്. രവി വില്ലൻ റോളിലാണ്. എനിവേ, സോ എന്തുകൊണ്ട് ജനനായകന് സെൻസർ ബോർഡ് ഇത്രയും താമസിക്കുന്നു എന്നാണ് TVKയോട് ചോദിക്കുമ്പോൾ TVK പറയുന്നത് അസാധാരണമായ ഒരു കാര്യമാണ്. അവർ ഇന്നും കൂടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് അവർ കോടതിയിലേക്ക് പോകും എന്നാണ്. മദ്രാസ് കോടതിയിൽ അവർ പോയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇത് റിവൈസ് ചെയ്യാനാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. സോ ഗിവിങ് എ പെർഫെക്റ്റ് വിജയ് ഫിലിം വൈബ് എന്നാണ് പറയുന്നത്. മെർസൽ 2017 തളപതി വിജയിൽ നിന്ന് ഇറങ്ങിയ ഫിലിമാണ്. പക്ഷെ അതിന് സെൻസർ ബോർഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സർട്ടിഫിക്കറ്റ്. അത് ഇറങ്ങേണ്ട ഇന്നാണെങ്കിൽ ഇന്നലെ ആയിരിക്കും അതിന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ എന്നാണോ അത് ഇറങ്ങിയത് അതിൻ്റെ തലേ ദിവസമാണ് മെർസലിന് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. സോ ഓൾ ഓഫ് ദം ആർ വെയിറ്റിംഗ് ഫോർ ദ സർട്ടിഫിക്കറ്റ്. ആൻഡ് ഓൾസോ ജാനുവരി 9th പൊങ്കലിന് തന്നെ ഇത് വരുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഒരാൾ എഴുതിയൊരു കമൻറ്റാണ് എനിക്ക് ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത കമൻറ്റ്. ടീം മദ്രാസ് കോടതിയിലേക്ക് പോയി, റിവൈസിങ് വന്നിട്ടുണ്ട്, പ്രശ്നങ്ങളില്ലാത്ത എന്ത് വിജയ് പടം. We have a censor issue, we have a ticket booking issue, we have a show getting blocked, we have court orders, we have political drama everywhere. പച്ചയായ രാഷ്ട്രീയം ആണ് ഇത് സംഭവിച്ചത്. അപ്പം ഒപ്പോസിഷനിൽ നിൽക്കുന്ന ഈ പരാശക്തിക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും, അതായത് ഡിസംബർ 19 സബ്മിറ്റ് ചെയ്ത ഈ ഒരു ഫിലിമിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ലെന്നും പറഞ്ഞാൽ ദർ ഇസ് ഓൾവേസ് ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ദിസ് ഇസ് എ ലാസ്റ്റ് ഫിലിം ഓഫ് തളപതി വിജയ്. അങ്ങ് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇതൊരു റീമേക്കിംഗ് ആണെന്നും പറയുന്നുണ്ട്. ആൻഡ് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് വിജയ് തളപതി. വിജയ് തളപതിയുടെ ആക്ടിങ്ങും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് റീമേക്കിംഗ് ഒന്നും ആരും ഇതുവരെ നോക്കുന്നില്ല. പക്ഷേ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു റീമേക്കിംഗ് പടമാണ്, ഇനി എന്തോ കാണാനാ, കഥ അറിയാമല്ലോ എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. നോ, അങ്ങനെയല്ല. ദളപതി വിജയുടെ ആക്ടിംഗ് ആണ്, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എത്രത്തോളം ഇത് ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങും എന്നും അറിയത്തില്ല. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദളപതി വിജയ്സ് റിട്ടേൺ, ബിക്കോസ് ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ സെൻസർ ബോർഡ് അംഗം പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഈ കട്ടെല്ലാം ചെയ്ത് 12 കട്ടുണ്ടായിരുന്നു, ഈ 12 കട്ടെല്ലാം കൂടെ ചെയ്ത് വന്നിട്ട് വീണ്ടും സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് UA16+ സർട്ടിഫിക്കറ്റ് നൽകും, അത് ഉറപ്പായിട്ടും നൽകിയിരിക്കും എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, TVKയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയായിട്ടും സെൻസർ ബോർഡിൻ്റെ ഒരു അംഗീകാരമുള്ളൊരു സർട്ടിഫിക്കറ്റും അവർക്ക് കിട്ടിയിട്ടില്ല. അവർ ഇന്നും കൂടെ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് കരൂർ ദുരന്തത്തിൻ്റെ CBIയുടെ സമൻസ് വിജയ്ക്ക് കിട്ടുന്നത്. ജാനുവരി 12th വിജയ് ഡൽഹിയിൽ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓൾ ആർ വെയിറ്റിംഗ് ഫോർ എ പെർഫെക്റ്റ് വൈബ് ഓഫ് ദിസ് വിജയ് തളപതി. എന്തായാലും നല്ലൊരു ഫിലിം ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ഓൾസോ ഒരു ഒപ്പണൻ്റ് ആയിട്ടുള്ള പരാശക്തി 10 റിലീസ് ആവുന്നുണ്ട്. ഒന്നും കോൺഫ്ലിക്റ്റ് ആവാതിരിക്കട്ടെ, രണ്ടും പോയി കാണുക, നല്ല സിനിമകൾ വിജയിക്കട്ടെ. ആൻഡ് ജനനായകനായ തളപതി വിജയുടെ ഫിലിം എന്തായാലും ജനുവരി 9th തന്നെ ഇറങ്ങാൻ സാധിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഓൾ ഓഫ് ദം ആർ വെയിറ്റിംഗ് ഫോർ തളപതി വിജയ്സ് ബാക്ക്. എന്തായാലും ഇത് റിവൈസിങ്ങിന് വിട്ടിട്ടുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്യാം, പാക്കെല്ലാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. ജാനുവരി 9th തന്നെ അത് ഇറങ്ങും എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. എനിവേ, സ്റ്റേ ട്യൂൺഡ് ടു മൈ ചാനൽ ഫോർ മോർ അപ്ഡേറ്റ്സ്.